ഹലോ, സൗമ്യാണ്. ഞാൻ ഞായറാഴ്ച തൊട്ട് നമ്മുടെ എന്താ പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോസ് പോലെ ആഫ്റ്റർ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഷുഗർ റീഡിങ്സിൻ്റെ വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കർക്കിടക ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എപ്പോഴും നമ്മുടെ ഔഷധക്കഞ്ഞിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പ്ലാൻ ചെയ്ത ഫുഡ് ഐറ്റംസ് എനിക്ക് ഇന്നും കൂടെ കഴിഞ്ഞിട്ടേ, നാളെയും കൂടെ കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇത്രയും ചെയ്തേച്ചാൽ മതി. ഈ ദിവസങ്ങളിൽ വെള്ളം കറക്റ്റായിട്ട് കുടിക്കുക. അതുപോലെ ഒരു 6:30ക്ക് മുമ്പെങ്കിലും ലാസ്റ്റ് മീൽ കഴിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി അത് കൂടാണ്ട് ഒരേ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ രാവിലെ 9 മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ എന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത്. അതുപോലെ എന്താ പറയുന്നത്, നമ്മൾ 1 മണിയായി 2 മണിയായി ലഞ്ച് കഴിച്ചില്ല, അങ്ങനെ നമ്മുടെ ശരീരം നമുക്ക് സിഗ്നൽ തരും. ദൈവം ഇവിടെ കിടന്ന് ബേളം വെക്കുക. നമ്മുടെ ശരീരം നമ്മളോട് തന്നെ പറയും, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്കുള്ള ഭക്ഷണം തരൂ. നമ്മുടെ ശരീരത്തിന് സ്റ്റോർ ചെയ്തേക്കുന്ന ഓക്കെ മാഡം, ഐ എം കമ്മിങ്. നമ്മുടെ ശരീരം നമുക്ക് അതിനുള്ള സിഗ്നൽ തരും, എനിക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് പോരട്ടെ എന്ന് പറയും. അത് നമുക്ക് വിശപ്പ് തോന്നുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക. ആ ഒരു കാര്യം 3-4-5 ദിവസത്തേക്ക് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എങ്ങനെയാണ്, വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക, ഒരു 6:30ക്ക് മുമ്പ് ലാസ്റ്റ് മീൽ കഴിക്കുക, വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം ചിലപ്പോൾ 1 മണിയായിരിക്കും, അല്ലെങ്കിൽ 1:30 ആയിരിക്കും. ഫുഡ് ബാലൻസ് ചെയ്ത് കഴിക്കാൻ നോക്കുക. മാക്സിമം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, ഇലക്കറികൾ ഉൾപ്പെടുത്തുക, പ്രോട്ടീൻ ആഡ് ചെയ്യുക, റൈസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ ഗുഡ് നിങ്ങൾക്ക് കിട്ടും. നമുക്കൊരു ലൈറ്റായ പോലെയൊക്കെ തോന്നും. അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ നോക്കുക. ഞാനപ്പം ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ ഷുഗർ റീഡിങ്സിൻ്റെ ഇത് നോക്കി തുടങ്ങുമ്പം ഞാൻ കറക്റ്റായിട്ട് ഓരോ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടോളാം. അപ്പം ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചപ്പോൾ ഇന്ന ഫുഡ് കഴിച്ചപ്പോൾ ഇത്ര റീഡിങ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നിർത്താം. പിന്നെ വേരിയേഷൻ ഉണ്ടാകും. നമ്മുടെ ഇപ്പം ഡയബറ്റിസ് ഉള്ളവർക്കും പ്രീ ഡയബറ്റിസ് ഉള്ളവർക്കും അതുപോലെ നോർമൽ ലെവലിൽ ഉള്ളവർക്കും ഈ റീഡിങ്ങിൽ വേരിയേഷൻ ഉണ്ടാകും. പക്ഷെ നമുക്കൊരു ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഇന്ന ഫുഡ് കഴിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ ഷുഗർ സ്പൈക്ക് ചെയ്യുക. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പോകെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.